ഹായ് ഫ്രണ്ട്സ്, അർഷിക്കുട്ടൻ്റെ 6-7 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നിയൊരാഗ്രഹമാണ് കേട്ടോ അവൻ്റെ ഹാൻഡ് ആൻഡ് ഫീറ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തപ്പിയെടുത്തൊരു പ്രോഡക്റ്റാണ് ഇത്. ഒരു കാസ്റ്റിംഗ് കിറ്റാണ്. അപ്പോൾ ആ കിറ്റിൽ എന്തൊക്കെയാണെന്നും അതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഞാൻ അതിങ്ങനെ അർഷിക്കുട്ടൻ്റെ കാലും കൈയൊക്കെ അതിനകത്ത് ചെയ്തു എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഒരു മോൾഡിംഗ് പൗഡറും കാസ്റ്റിംഗ് പൗഡറുമാണ്. അപ്പോൾ ഒരു മോൾഡിംഗ് പൗഡർ വെച്ചിട്ട് നമുക്ക് 2 കൈയും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 മോൾഡിംഗ് പൗഡർ, 2 കാസ്റ്റിംഗ് പൗഡർ, പിന്നെ അതുപോലെ ഒരു സ്പാച്ചുല, പിന്നെ പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഈ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് എത്രമാത്രം സക്സസ് ആവുന്ന ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ അർഷിക്കുട്ടൻ്റെ സഹകരണം ഇല്ലാണ്ട് ഇതൊന്നും നടക്കത്തുമില്ല. അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ ചെയ്യാനാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഉറങ്ങുമ്പം ചെയ്യുവാണെങ്കിൽ അത്ര ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ കൈയും കാലും അനക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവൻ ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ഇത് മിക്സിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ വാസലിനോ അല്ലെങ്കിൽ ബേബി ഓയിലോ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിനകത്ത് സ്റ്റിക്ക് ആവാണ്ടിരിക്കാനും കുറച്ചുകൂടി ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ ബേബി ഓയിൽ തൂക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മോൾഡിംഗ് പൗഡർ മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 300 ml തണുത്ത വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് തണുത്ത വെള്ളം വേണം കേട്ടോ, എന്നാലും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇത് നന്നായിട്ട് കലങ്ങുള്ളൂ ഈ പൗഡർ. അപ്പോൾ അതുകൊണ്ടാണ് അവർ തണുത്ത വെള്ളം തന്നെ എടുക്കണമെന്ന് പറയുന്നത്. വെള്ളവും പൗഡറും നല്ല രീതിയിൽ മിക്സ് ആവുന്നവരെ നന്നായിട്ട് ഇളകി കൊടുക്കണം. അത് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ കൊണ്ട് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ പൗഡർ കുറവുണ്ടോ അല്ലെങ്കിൽ വെള്ളം കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ അവൻ്റെ കൈയും കാലും ഇപ്പോൾ ഏകദേശം കൊള്ളുന്ന കണക്കിലുള്ള ഒരു ബൗളാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തന്ന ആ ഒരു കണ്ടെയ്നറിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പ്രായമായ കുഞ്ഞുങ്ങളുടെ കാലോ കൈയോ മുഴുവനായിട്ട് കൊള്ളാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ബൗൾ എടുത്തത്. കാരണം അവൻ്റെ കാലിന് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിട്ടണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരന്ന പാത്രം എടുത്തത്. അപ്പോൾ നമ്മുടെ മോൾഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അർഷിക്കുട്ടൻ്റെ ഞാൻ ആദ്യം അവൻ്റെ കാലാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാലിൽ ഞാൻ ഓൾറെഡി ഓയിലെല്ലാം തൂത്ത് അവനെ കിടത്തിയിട്ടുണ്ട്. അവൻ ഓൾറെഡി ഉറങ്ങുവാണ്, തൊട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്, കാരണം തൊട്ടിൽ നിന്ന് ഒരു കാല് പുറത്തോട്ട് എടുത്തിട്ട് മോൾഡ് ചെയ്താൽ മതി. കണ്ടോ, ഞാൻ ഓയിലെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സഹകരിക്കില്ലെന്നതില്ല, കാരണം തണുത്ത വെള്ളമല്ലേ. തണുത്ത വെള്ളമാകുമ്പോൾ ചിലപ്പോൾ അവൻ വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. തണുത്ത വെള്ളം കാലിൽ ചെന്നപ്പോഴത്തേക്ക് അവന് പെട്ടെന്ന് ഉറക്കം ഞെട്ടി എഴുന്നേറ്റ് കരഞ്ഞു. പിന്നെ ഞാൻ അവനെ തൊട്ടിയിലെടുത്തുകൊണ്ട് വന്ന് ഹാളിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ഈ മോളിലോട്ട് അവൻ്റെ ഇറക്കി വെച്ചൊരു 3 മുതൽ 5 മിനിറ്റ് വരെ നിർത്തുകയാണ് ചെയ്തത്. പിന്നെ അച്ചായി അമ്മച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അവരും കൂടെ അവനെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്തു. ഞാൻ മാത്രമായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം അവൻ്റെ കാലിൻ്റെ ഇത് സ്റ്റിക്ക് ആവുന്നവരെ എടുത്തിട്ട് പിന്നെ അവൻ്റെ എടുത്തപ്പോഴത്തേക്ക് അവൻ അനക്കിയതുകൊണ്ട് അത് പൊട്ടിപ്പോയി. പിന്നെ അതിനകത്ത് വീണ്ടും പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് കാസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ മോൾഡിങ് ചെയ്ത പോലെ തന്നെ ചിൽഡ് വാട്ടറിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 40 ml തണുത്ത വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കാസ്റ്റിംഗ് പൗഡർ, ഹാഫ് പാക്കറ്റ് കാസ്റ്റിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒരുപാട് തിക്കാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരിയും കൂടി വെള്ളം ചേർക്കുക. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഇച്ചിരിയും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത കാസ്റ്റിംഗ് പൗഡറിൻ്റെ ആ ഒരു ലിക്വിഡ് ഫോം നമുക്ക് നമ്മളുടെ ഈ മോൾഡിൻ്റെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഒഴിക്കാം. അതായത് നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ലെഗിൻ്റെ ഷേപ്പിലോട്ട് കിട്ടുന്നത് വരെ അത് നിറഞ്ഞു വരുന്നത് പോലെ അത് ഒഴിച്ച് വെക്കണം. അപ്പോൾ ഈ യെല്ലോ ലിക്വിഡ് പുറത്തോട്ട് ഓവർഫ്ലോ ആവാതെ നോക്കണം കേട്ടോ. കാരണം ആ ഒരു ലെവലിൽ, അതായത് കാലിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്നത് വരെ മാത്രമേ ഒഴിക്കാവുള്ളൂ, പുറത്തോട്ട് വരരുത്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, കാരണം എയർ ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അത് എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും. ഇതിപ്പോൾ ഹർഷക്കുട്ടൻ്റെ കാല് ചെറുതായിട്ടൊന്ന് അവൻ അനക്കിയതുകൊണ്ട് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പൊട്ടലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഒഴിക്കുന്നത്, ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് നിറച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്കിത് സെറ്റാവാൻ വെക്കണം. സെറ്റാവാൻ ഞാൻ ഏകദേശം അവർ 8 മണിക്കൂറൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു 10-14 മണിക്കൂർ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കാല് സെറ്റായിട്ട് വേണം കേട്ടോ എനിക്ക് അടുത്തത് കൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ 2 കാലും 2 കൈയും ചെയ്യുന്നില്ല, ഒരു കാലും ഒരു കൈയും മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രോഡക്റ്റ് അപ്പോൾ ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്നുകിൽ കളയും അല്ലെങ്കിൽ എടുത്ത് വെക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 13-14 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്താണ് കേട്ടോ. അതായത് നന്നായിട്ട് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. വിടുമ്പോൾ ആ മോൾഡിംഗ് പൗഡർ ഏകദേശം സ്റ്റിക്കായി വരുന്നതുകൊണ്ട് നമുക്ക് ഈസിലി അത് പുറത്തോട്ട് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം വെച്ചാൽ കമിഴ്ത്തി അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. കമിഴ്ത്തി എടുത്തിട്ട് ആ മോൾഡിംഗ് പൗഡറിൻ്റെ സൈഡ്സ് എല്ലാം കീറി എടുത്ത്, അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ അത് പൊട്ടാത്ത രീതിയിൽ സേഫായിട്ടാണ് എടുത്തത്. അവൻ കാല് അനക്കാണ്ടിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അവൻ്റെ കാല് കിട്ടിയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കാലിൻ്റെ പാദം മാത്രമേ ഉള്ളൂ ഇച്ചിരി മുകളിലോട്ട് കിട്ടാത്ത പോലെ, പാദം മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ ഇച്ചിരി ഒന്ന് അനങ്ങാണ്ടിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടിയാണ്. എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
നമുക്കെന്തെങ്കിലും നമ്മളൊരു മെമ്മറി ആയിട്ട് എടുത്തു വെക്കാൻ ഇത് തന്നെ ധാരാളമാണല്ലോ. അവൻ്റെ കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈയും അങ്ങനെയെന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ തന്നെ ചെയ്യുന്നതും വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാലും അതുപോലെ തന്നെ കൈയും കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ കൈ ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല, സെയിം സ്റ്റെപ്സ് തന്നെയാണ്. പിന്നെ അവൻ കുറച്ച് മസിൽ പിടിച്ച് നിന്നുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ കൈയും കാലും അതുപോലെ തന്നെ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ ഇത്. ഈ കിറ്റ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. പ്രൊഡക്റ്റ് എന്തായാലും നല്ല അടിപൊളിയാണ്, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ പെയിൻറ്റ് അടിക്കാനുള്ള ഓപ്ഷനുണ്ട്, സാൻഡ് പേപ്പറും അതുപോലെ തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻറ്റ് അടിക്കുന്നില്ല, എനിക്കിങ്ങനെ റോ ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ വെച്ച് കുറച്ച് ഉരച്ച് കളഞ്ഞാൽ കൈയുടെ ഇങ്ങനെ മടക്കി ഉരുട്ടി പിടിച്ചിരിക്കുന്ന കൈയുടെ ഇംപെർഫെക്ഷൻസും കുറച്ച് മാറി കിട്ടും. അതെനിക്ക് പിന്നെ സമാധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കും വാങ്ങി നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ ഇതുപോലെ കാസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.